നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീദേവി പതിപോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങുക. പക്ഷെ ശ്രീദേവിയുടെ നെഞ്ച് പെടഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമേ, തന്റെ കള്ളത്തരങ്ങാനും പിടിക്കപ്പെടുക. താൻ ആനന്ദേട്ടനോട് ഈ കുടുംബത്തോടും ചെയ്യുന്ന ചതി, അതൊക്കെ ഓർത്തപ്പോൾ ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആനന്ദ് അപ്പം പുറത്തേക്ക് ഇറങ്ങി, മുറിയിലില്ലായിരുന്നു. ഭാഗ്യം, തൻ്റെ മുഖത്ത് ഈ ടെൻഷനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ ഒന്നുകൂടെ സംശയം കൂടത്തുള്ളൂ. പാവത്തിനോട് താൻ എത്രമാത്രം കള്ളത്തരം പറയണേ എന്നൊരു ചിന്തയൊക്കെ ശ്രീദേവിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അതേസമയം ധർമ്മന് മുറ്റത്തിറങ്ങി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ആനന്ദ് വന്നിട്ട് ചെന്താ മമ്മ, ഭയങ്കര ആലോചനയാണല്ലോ. ഒന്നുമില്ലടാ, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. എന്താ, കല്യാണക്കാര്യത്തെക്കുറിച്ച് മറ്റാണോ? ഒന്ന് പോടാ അവിടുന്ന്. അതൊന്നും അല്ല കാര്യം. പിന്നെന്താ? അത് പിന്നെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം. പ്രശ്നം? എന്ത് പ്രശ്നം? അപ്പോഴേക്കും അനുശ്രീയും കൂടെ അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? ഗൂഢാലോചന ഒന്നും ഇല്ല മോളെ എന്ന് ധർമ്മം പറഞ്ഞു. എന്താ മാമന്റെ എന്തോ പറയാനുണ്ടല്ലോ. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അത് പിന്നെ നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് സ്ഥിരമായിട്ട് പലചരക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇന്നലെ ഞാനാണ് അവിടേക്ക് പോയത്. എന്നിട്ടോ? പക്ഷെ അവിടെ ചെന്ന് ഇപ്പോൾ ഒരു പെങ്കൊച്ചുണ്ടെന്ന് പറഞ്ഞു. പെങ്കൊച്ചോ? അതെ, അവിടുത്തെ ഒരു സ്റ്റാഫാണ്. അതിൻ്റെ കഥ കേട്ട് ഇനിയിപ്പോൾ എനിക്ക് സങ്കടമായി. അവിടുത്തെ മാനേജറാണ് എന്നോട് പറഞ്ഞത്, വയ്യാത്ത അമ്മയും അച്ഛനും പിന്നെ ഒരു സഹോദരനും വയ്യ, ആക്സിഡൻ്റുണ്ടായ കിടപ്പാണ്. പാവത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്നൊരു 500 രൂപ കൊടുത്തു. അത് കടയിൽ ജോലിക്ക് വരുന്നു. ആ ജോലി ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ കുടുംബം പുലരുന്നതെന്ന്. ആ സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീദേവി കേട്ടു. ശ്രീദേവിയുടെ നെഞ്ചു പെടഞ്ഞുപോയി. ദൈവമേ, തന്നെക്കുറിച്ച് അവർ പറയുന്നേ, താൻ പറഞ്ഞ കഥകളൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാവം മാമനും ആനന്ദേണ്ണൊന്നും അറിയത്തില്ലല്ലോ താനാണ് ഇതിനകത്തെ നായിക എന്നുള്ള കാര്യം. അപ്പോഴേക്കും അനുസരി പറഞ്ഞു, അയ്യോ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ? നമ്മളൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര സൗകര്യത്തിലാണ് കഴിയണല്ലേ. അതെ, അല്ല, നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ മാമാന്ന് ചോദിക്കുക. അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുവാണെങ്കിലേ. ആ പെങ്കുച്ചിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴേക്കും ആനന്ദി ചോദിച്ചു, അല്ല മാമൻ ആ പെങ്കുച്ചിനെ കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അതവിടെ വന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ എടുക്കാനായിട്ട്. പിന്നെ അത് പോയി കഴിഞ്ഞപ്പോഴാണ് മാനേജർ അതിൻ്റെ കഥ എന്നോട് പറയണേ. ഞാൻ പിന്നെ അധികം നോക്കാനൊന്നും പോയില്ല. ആനന്ദ് പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് ഉറപ്പായിട്ട് സഹായിക്കണം മാമ. അച്ഛനോടും കൂടെ ഒന്ന് പറഞ്ഞാലോ? അളിയനോട് പറയേണ്ട കാര്യമുണ്ടോ? നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? ഇന്ന് ആ പെങ്കൊച്ചിനെ ഒന്ന് പോയി കാണാം. ആ പെങ്കൊച്ചിനെ കണ്ട് സംസാരിക്കാം. ആ പെങ്കൊച്ചിന് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കാം. അത് കേട്ട ശ്രീദേവി ഞെട്ടി. ദൈവമേ, ഇവനെങ്ങാനും റെസ്റ്റോറൻറ്റിലേക്ക് വന്ന തൻ്റെ കള്ളക്കഥകളൊക്കെ പൊളിയും. താനാണ് അവളെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ഈ വീടിന് പുറത്തായിരിക്കും. എന്താ ചെയ്യണ്ടേ? ദൈവമേ, എങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാവുള്ളൂ. ഓർത്തിട്ട് എത്തും വഴിയും കിട്ടിയില്ല. വല്ലാത്ത ടെൻഷൻ ശ്രീദേവിയുടെ മുഖത്തുണ്ടാകുന്നുണ്ട്. ആ ഒരു ടെൻഷൻ കാരണം ശ്രീദേവിക്കാണെങ്കിൽ അവിടെ നിൽക്കാനും ഇരിക്കാനും മേലാത്ത അവസ്ഥ. പെട്ടെന്ന് ശ്രീദേവി അകത്തേക്ക് പോയിട്ട് ശ്രീകലയെ വിളിക്കണം. ശ്രീകലയെ വിളിച്ചിട്ട് കരയുവാണ്. അപ്പോഴേ ശ്രീകല ചോദിച്ചു, എന്താ പറ്റി മോളെ? നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുക. ഒന്നും മിണ്ടരുത്, നിങ്ങളൊക്കെ കാരണം എൻ്റെ ജീവിതത്തോടെ താർന്നുകൊണ്ടിരിക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇപ്പം കാര്യം എന്താന്നോ? എങ്ങനെയെങ്കിലും പിടിച്ചേക്കാന്ന് കരുതി ഒരു ജോലിക്ക് പോയാൻ തുടങ്ങിയതാ. അതും തകർന്നു പോകുന്ന ലക്ഷണം കാണുന്നുണ്ട്. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് സേല പറഞ്ഞു, മോളെ നീ വിഷമിക്കല്ലേ, എന്തേലും വഴി ഉണ്ടാക്കുക. എന്ത് വഴി ഉണ്ടാക്കാനായിട്ട്? ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അല്ല ഞാൻ വല്ല ആത്മഹത്യയും ചെയ്യണം. അല്ലെങ്കിൽ ആനന്ദേട്ടൻ്റെ മുന്നിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ കുടുങ്ങും. എനിക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. ഇന്നത്തോടു കൂടി എൻ്റെ ജീവിതം അവസാനിച്ചു. സ്ത്രീകൾ ഒരു വിധത്തിലാണ് ശ്രീദേവി സമാധാനിപ്പിക്കുന്നത്. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും മാർഗമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ശ്രീദേവിക്ക് ടെൻഷൻ കൂടിയതേ ഉള്ളൂ. അങ്ങനെ ശ്രീദേവി ടെൻഷൻ അടിച്ച് പുറത്തു വന്ന് നിൽക്കുമ്പോൾ മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ശ്രീദേവി അടുത്തേക്ക് എന്ത് പറ്റി? ജോലി ഭാരം കൂടുതലായിരിക്കും. ജോലി കൂടുതലായിട്ടായിരിക്കും വല്ലാത്തൊരു ടെൻഷനൊക്കെ മുഖത്ത് കാണുന്നത്. എനിക്കറിയാം, IT കമ്പനി ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ. ശ്രീദേവി പറഞ്ഞു, അതെ, നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ശ്രീദേവി അടുത്ത് ഇനി മുതൽ ഈ ജോലിക്ക് പോവണ്ട. പോവണ്ടാന്നോ? അതെ, ജോലിക്ക് പോകണ്ട. ജോലിക്ക് പോയാലേ പ്രശ്നമുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ പറയാം ഈ ജോലി വേണ്ടെന്ന്, റിസ്ക് ആയിട്ടുള്ള കാര്യമെന്ന്. അപ്പോഴേക്കും ശ്രീദേവി ആലോചിച്ച്, ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ ഉടനെ തന്നെ ഇനി ആ സ്കൂളിൽ കയറാൻ പറയും. സ്കൂളിൽ കയറണേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണം. അത് തൻ്റെ ഇല്ലല്ലോ. അപ്പം അതെന്ത് ചെയ്യും?
ശ്രീദേവി പറഞ്ഞു അത് കുഴപ്പമില്ല, ഇച്ചിരി ജോലിഭാരം കൂടുതലാണെങ്കിലും ഞാനിതിന് പോയിക്കോളാം. എന്താ ദേവിയെടുത്ത് ഇങ്ങനെ പറയണേ? പണം മാത്രം നോക്കിയിട്ട് കാര്യമുണ്ട്, നമ്മുടെ ആരോഗ്യം കൂടെ നോക്കണ്ടേ? വെറുതെ ദേവിയെടുത്ത് ഇങ്ങനെ പോയി ടെൻഷൻ അടിച്ചിട്ട് വരാനാണെങ്കിൽ ഇതിൻ്റെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേണമെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കാം. വേണ്ട വേണ്ട മീനാക്ഷി, സംസാരിക്കണ്ട. തൽക്കാലത്തേക്ക് ഈ ജോലി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഞാൻ ഇതിന് പോയിക്കോളാം. പിന്നെ എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് വരുവാണെങ്കിൽ ഞാൻ നിർത്തിക്കോളാം എന്ന് പറയണം. പക്ഷേ ഇതിനു മുമ്പ് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇവിടുന്ന് എല്ലാവരും റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന തടയണം. അതിനെന്താ ചെയ്യണ്ടേ എന്നിങ്ങനെയൊക്കെ ആലോചിച്ചു. എന്തായാലും ഉടനടി ചെയ്തേ മതിയാവുള്ളൂ എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ടായി. പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ ആ കാര്യം പറയണം, റെസ്റ്റോറൻറ്റിലെ കാര്യം. ദേവി, മാമ സ്ഥിരമായിട്ട് സാധനം കൊടുക്കുന്ന ആ കടയിൽ ഒരു പാവപ്പെട്ട പെങ്കൊച്ചുണ്ട് പോലും. അല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യണം. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അതെ അതെ ചെയ്യണം ആനന്ദേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ട്, നീ ഞങ്ങളോട് വരുന്നുണ്ടോ? അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ എൻ്റെ ജോലിത്തിരക്കും കാര്യങ്ങളൊക്കെ അറിയാലോ, ഒരു കാര്യം ചെയ്യാം. ആനന്ദേട്ടനൊന്നും പോയി വിഷമിക്കണ്ട, ഞാൻ പോയി ആ പെങ്കൊച്ചിനെ കാണാം. നീ പോയി കാണാനോ? അതെന്താ? അല്ല, ഞാൻ പോയി കണ്ട് ആ കൊച്ചിനോട് സംസാരിക്കാം. പിന്നെ നിങ്ങളൊക്കെ ആണുങ്ങളല്ലേ, അപ്പം നിങ്ങളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ആ ചിലപ്പോൾ ആ പെങ്കൊച്ചിന് കാണും. അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറയാൻ വിഷമമായിരിക്കും. ഞാൻ തന്നെ ചെല്ലുവാണെങ്കിൽ ഞാനൊരു പെണ്ണല്ലേ, അപ്പം അതിന് ചിലപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പറ്റിയേക്കും. ഞാൻ പോയി കാണാം, സഹായം വേണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യാം. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അല്ല ഞാനും മാമനും ഞങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ കാര്യമുണ്ടെന്ന് തോന്നില്ല. ആ പെങ്കുച്ചിനെ ചിലപ്പോൾ നാണക്കേടായിരിക്കും അതെ, എല്ലാവരും മുന്നിൽ വെച്ചിട്ടേ. അത് ശരിയാ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. കാരണം പ്രാരാബ്ദം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സഹായം കൊടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അതാ ഞാൻ പറഞ്ഞു, ഞാനാകുമ്പോൾ അത് നൈസിൽ കൊണ്ടേ കൊടുക്കാം. ആ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഒടുവിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. അപ്പോഴാണ് ശ്രീദേവിക്ക് സമാധാനമായത്. ദൈവമേ, ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ ശ്രീദേവി അന്ന് കടയിലേക്ക് ചെല്ലുക. ഈ സമയത്ത് അനുസരിയെ അലോക് വിളിച്ചു. അലോക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറയണം. അനുസരി പറഞ്ഞു, കാണാം, പക്ഷേ ഗോമതിയെ പേടിയാണ്. ഗോമതിക്ക് ഇപ്പം വലിയ സംശയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ വെച്ച് കണ്ട, റോഡിൽ വെച്ച് കണ്ട, അതിനുള്ള സ്ഥലം ഞാൻ പറഞ്ഞുതരാം, നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി, റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുസരി കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് അച്യുതന് രവീന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പം എത്രയും പെട്ടെന്ന് മീനാക്ഷിയുടെ ജോലി തെറിപ്പിക്കണം. ജോലി തെറിപ്പിക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് ട്രാൻസ്ഫർ വാങ്ങി കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അച്യുതനും രവീന്ദ്രനും കൂടെ കാണുന്നത്. രവീന്ദ്രൻ സ്വന്തം അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തനിക്ക് കട തുടങ്ങാൻ ലൈസൻസ് കിട്ടണമെങ്കിൽ മകൾ ആ കസാലിലിരുന്നാൽ നടക്കില്ലെന്നുള്ള കാര്യം അറിയാം. അങ്ങനെ രവീന്ദ്രൻ അച്യുതനും കണ്ടുമുട്ടി കഴിയുമ്പോൾ അച്യുതനോട് രവീന്ദ്രൻ പറഞ്ഞു, എനിക്ക് ആ കടയുടെ ലൈസൻസ് കിട്ടണം, അതാ എനിക്ക് വേണ്ടത്. അച്യുതൻ പറഞ്ഞു, ഞങ്ങളുടെ ക്വാറയുടെ സർട്ടിഫിക്കറ്റ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, അതിന് വേണ്ട ഞങ്ങൾ അലയാതുകൊണ്ട് കുറേ കാലമായി, ചെരുപ്പ് തേഞ്ഞത് മിച്ചം. അതുകൊണ്ടാണ് പറഞ്ഞു, സാറിൻ്റെ മോളൊക്കെ തന്നെ ആയിരിക്കും കാര്യം പറഞ്ഞാൽ മീനാക്ഷി. പക്ഷേങ്കിൽ അവൾ കാരണം ഞങ്ങൾക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് അറിയാവോ. അവൾ എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഒന്ന് തരുമായിരുന്നെങ്കിൽ ഞങ്ങളൊരു പച്ച പിടിച്ച് പോയാനോ. പക്ഷെ അവൾ ഈ ഓഫീസിലുള്ളിടത്തോളം കാലം നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആകാശനോട് പറഞ്ഞത് അവളെ എങ്ങനെയും ഈ ഓഫീസിൽ നിന്ന് മാറ്റണമെന്ന്. രവീന്ദ്രൻ പറഞ്ഞു, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അച്യുതൻ പറഞ്ഞു, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുണ്ട്, സാർ എന്നോടൊപ്പം നിന്നാൽ മതി, അതൊക്കെ ഞാൻ ഏറ്റു, എന്ത് വേണം ചെയ്തോ. അവൾ ഈ ഓഫീസിൽ നിന്ന് വേറെ എവിടെയിലേക്ക് മാറിയാൽ മതി, അവൾക്ക് ട്രാൻസ്ഫർ കിട്ടണം, അതും എത്രയും പെട്ടെന്ന് തന്നെ. അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം, അതോർത്ത് പേടിക്കേണ്ട, അതിനുള്ള പോംവഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ചില പിടിപാടുകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടെന്ന് അറിയാലോ രവീന്ദ്രൻ സാറിന്, അത് വെച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷിക്കിട്ട് പണി കൊടുക്കാനുള്ള പരിപാടിയിലാണ് അവർ രണ്ടുപേരും കൂടെ പോകുന്നത്. അതേസമയം മിത്ര ആരും കൂടെ രാവിലെ കുളിച്ച് ഫ്രഷായി. അപ്പം മിത്രയ്ക്ക് എക്സാമാണ്. 8:30 ആകുമ്പോഴത്തേനും അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാം പോയപ്പോഴത്തേനും സമയമാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാണ്ട് അങ്ങോട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ചെറിയൊരു സന്ദേഹം ഉണ്ടായിരുന്നു, താൻ മിഥുനെയാണ് കണ്ടേന്നുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുവാണ്. ഇതുവരെയായിട്ടും താൻ മിത്രയുടെ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ടെൻഷൻ താങ്ങാൻ കഴിയില്ല. ഇവളുടെ ഇന്നത്തെ എക്സാം കൊളായി പോകുന്നുള്ള കാര്യം ആര്യനറിയാം. അതുകൊണ്ട് ആര്യൻ അതിനെക്കുറിച്ച് പറയാതെയാണ് മിത്രയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. മിത്ര ഭയങ്കര ഹാപ്പിയിലായിരുന്നു ആര്യനോടൊപ്പമുള്ള യാത്ര. പിന്നെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞാൽ സന്തോഷത്തോടെ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാമല്ലോ. അത്രയും ദൂരം ആര്യനോടൊപ്പം വീണ്ടും യാത്ര ചെയ്യുന്ന ഓർക്കുമ്പോൾ മിത്രയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേങ്കിൽ വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് അവർക്ക് അറിയത്തുണ്ടായിരുന്നില്ല. മിഥുൻ അവരുടെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേങ്കിൽ ആര്യനും മിത്രയും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല.
മിത്ര ആരിനും കൂടെ നടുറോട്ടിൽ കൂടെ ഓടുന്ന കുറച്ച് രംഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കണ്ടു. അതെന്താണെന്നറിയില്ല. ഒരു പക്ഷേ മിഥുനെ കണ്ടിട്ട് അവൻ്റെ പിന്നാലെ ഓടുന്നതാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു.